ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എന്തത് ഗുഡ് മോർണിംഗ് മുതൽ കുറെ നേരം ചിരിക്കണത്? എന്താ അമ്മ? അല്ല അമ്മ വീഡിയോ ഓൺ ചെയ്ത് ചിരിക്കാൻ തുടങ്ങി. ഇന്ന് എന്ത് പറ്റി അമ്മ? അത്രക്ക് ചിരിക്കാൻ മാത്രം മോശപ്പെട്ട മോന്റെ അമ്മ എന്റെ കണ്ട് കണ്ട് ചിരിക്കാൻ? ആ, എന്തിനാ അമ്മ ചിരിച്ച്? ആ, ചിരിക്ക. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് എന്തറിയോ? ഇടിച്ചക്ക, ഉരുളങ്കിഴങ്ങ്, ഉരുളങ്കിഴങ്ങ് ഇടിച്ചക്ക വെള്ളത്തിലിട്ട് വെച്ച് എന്താണ് കറക്കും. പിന്നെ കുറച്ച് ചീര. ഓ, അത് വെള്ളത്തിലിട്ട് വെച്ച് കറക്കണോ? കറക്കും, അതുകൊണ്ട് വെള്ളത്തിലിട്ടതാണ് പറയാം. ഓ, അത് ശരി അമ്മ. ഞാൻ വെള്ളത്തിലിട്ട് അതിനെ കറക്കൂല്ലേ വിരലിട്ടിട്ട്? ഇതൊന്ന് പറയട്ടെ, പറഞ്ഞോ. അപ്പൊ ചീര, ഇടിച്ചക്ക, ഉരുളക്കിഴങ്ങും ചീരയും പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നേരം വൈകുമല്ലോ. പിന്നെതാ നാളികേരം, ജീരകം, ചെറിയ ഉള്ളി കൂടി അരച്ചത്. പിന്നെ മല്ലി മുളകും ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചത്. വെളുത്തുള്ളി, കറിവേപ്പില, ഇത് ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, അത്രേ വേണ്ടു. ഇതെന്താണ് ശരിക്കും സംഭവം? ഇതൊരു കറി. അതെനിക്ക് മനസ്സിലായി. സാമ്പാർ? സാമ്പാറല്ല, ഒരു കറി. ഒഴിച്ചു കറി എന്നൊക്കെ പറയുന്നത് എല്ലാ കറിയും ഒഴിച്ചിട്ടല്ലേ കഴിക്കുക? അങ്ങനെയാണ് ഒഴിച്ചു കറി എന്ന് പറയാ. അല്ല, എന്താ പതിവിൽ കൂടുതലൊരു സന്തോഷം? എനിക്ക് മനസ്സിലാവണില്ല. അല്ല, എന്നെ കണ്ട് വെറുതെ ചിരിക്കണം? ആണോ? എന്തോ ആക്കി ചിരിച്ച പോലെ ഒരു തോന്നല്. വെളുത്തുള്ളിയൊക്കെ എറിയാണല്ലേ ചട്ടിയിലേക്ക്? വെളുത്തുള്ളിയൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണല്ലേ ചട്ടിയിലേക്ക്? അമ്മ ഭയങ്കരമായിട്ട് പഠിച്ചു കേട്ടോ. ഈ റോഡ് സൈഡ് ആൾക്കാർ റോഡ് സൈഡ് ആൾക്കാർ ഈ ശർബത്തൊക്കെ ഉണ്ടാക്കുക, പല പല ഗിമിക്സ് കാണിക്കില്ലേ? അതുപോലെ ചട്ടിയിലേക്കൊക്കെ ഇപ്പോൾ ഇടാൻ തുടങ്ങി. എന്തായാലും എക്സ്പീരിയൻസ് അതാണ് പറയണത്. ചെയ്ത് എക്സ്പീരിയൻസ് ആയി. ശരി. നമുക്ക് ഇടിച്ചക്ക, ഉരുളങ്ങിഴങ്ങ്. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ഇടായത്? അല്ല, ചോദിച്ചാണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് മനസ്സിലാവേണ്ടി ചോദിച്ചാൽ. പച്ചക്കറിയാണല്ലോ, അപ്പൊ അത് എല്ലാത്തിന്റെ കൂടി പോകും കേട്ടോ. മോഹൻലാല് പോലെ പെട്രോളും പോകും, ഡീസലും പോകും പറഞ്ഞ ഇതങ്ങനെയാണ്. മോഹൻലാൽ എപ്പോൾ അങ്ങനെ പറഞ്ഞു? മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞു. ഓ, ഏതോ സിനിമത്തെ കാര്യമൊക്കെ പറയണമ്മ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ട് എല്ലാം കൂടി ഒന്ന് എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാവുന്ന അങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ? തക്കാളി അതിലിടുക. തക്കാളി വെറുതെ അതിൻ്റെ മുകളിൽ ഇളക്കിയ പോലെ കാണിക്കുക. പച്ചമുളക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കുക. പിന്നെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് കൊടുക്കുക, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു തമിഴ്നാടൻ സ്റ്റൈലായിട്ട് തോന്നുന്നുണ്ടല്ലോ എനിക്ക്. പോയിട്ടില്ലാന്ന് പറയരുത് അമ്മ. പോയിട്ടുണ്ട്. നിന്നിട്ടില്ലാന്ന് പറയരുത് അമ്മ. നിന്നിട്ടുണ്ട്. നിന്നിട്ടില്ലാന്ന് പറയരുത് അമ്മ. നിന്നിട്ടുമുണ്ട്. അങ്ങനെ പറയരുത്. നിന്നിട്ടുണ്ടല്ലോ. അവിടെ എനിക്ക് ആരും ഇല്ല വീട്ടിലിതൊക്കെ കാണിച്ചു തരാം. എനിക്ക് തമിഴ്നാട്ടിൽ എനിക്ക് അങ്ങനെ പരിചയത്തിലൊരു വീടൊന്നും ഇല്ല. അവിടെ പോയിട്ട് പാചകമൊന്നും പഠിക്കുക അങ്ങനെ വേണമെങ്കിൽ പറയും. ഇതൊന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വെക്കാൻ ഒരു പാത്രം എടുക്കാം. ഇവിടുന്നാണോ എടുക്കണത്? വേറെ എവിടേക്കും പോകുന്നുണ്ടോ? എടുത്തോ? എടുത്തു. ഇതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ. പിന്നെ ഞാനൊരു സാധനം മറന്നു, അതും കൂടി എടുത്തോ. എന്താ? ഇതൊന്നും മറക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. ഞങ്ങളിവിടെ കാണുമ്പോൾ നിങ്ങളതൊക്കെ നേരത്തെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കണം നിങ്ങൾ. അല്ലാണ്ട് എന്നിട്ട് എവിടെ വന്നോ പുളി എടുത്തിട്ട്? ആ,
എവിടെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചു. ഓക്കെ, ആവശ്യത്തിനുള്ള പുളി. എന്താ ഈ പുളിയോട് ഒരു വൈരാഗ്യമുള്ള പോലെ ഇങ്ങനെയൊക്കെ അതങ്ങനെയാണ്, പുളി ഇങ്ങനെയാണ്. അപ്പോഴാണ് അതിൻ്റെ എല്ലാം ഇറങ്ങി വരിക. മനസ്സിലായി? എനിക്ക് പുളി ഇട്ടതൊന്നും വേണ്ട. ഞാൻ കയ്യിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് നീ കഴിക്കുന്നത്. അങ്ങനെയൊന്നും പറയാം. ഞാൻ വെറുതെ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ആവാന്നോ? അപ്പൊ ഞാൻ പറഞ്ഞോട്ട് അറിയണോ, മുളകും മല്ലി ഒന്ന് ചൂടാക്കി ഇതാ അരച്ചതാണ് കേട്ടോ, പൊടിയല്ല കേട്ടോ. പൊടി ഇട്ട് അതിനൊരു സ്വാദുണ്ടാക്കി. അപ്പൊ എന്താണ് എന്താണെന്നോ ഞാൻ എന്താ ഇവിടെ കയറി വന്ന പോലെയാണല്ലോ അമ്മ പറയണത്. കഥ എന്ന് പറയുന്നില്ല, എന്താ പറഞ്ഞ ഒരു കഥയില്ലേ? കഥയല്ല പറയുന്നുണ്ട്, പക്ഷെ കഥയല്ല, ജീവിതത്തിൽ നടന്നത് എന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. അത് ശരി. അത് കഥ തന്നെയാണ്. അമ്മ ഇപ്പൊ കാലുവേദന വന്നതിന് ശേഷം ഇവിടുന്ന് അതുവരെ നടന്നില്ല, അതിന്റെ കാര്യമാണ് പറയണത്. അതിന്റെ കാര്യമല്ല, ജീവിതത്തില് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അത് നടന്ന കഥയാണ്, എന്റെ അനുഭവത്തിലുള്ള കഥയാണ്. പെൺകുട്ടിയുടെ കഥയാമ്മ? കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അല്ല, പെൺകുട്ടികളുടെ കഥയാവുമ്പോ ആയിരിക്കും. പെർമിഷൻ ഗ്രാൻഡഡ്, ഇരുന്നോളൂ. അപ്പോ ഒരു അമ്മയും 2 മക്കളും, അതായത് അച്ഛൻ മരിച്ചു. അപ്പോ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. ഒരു മൂത്തത്, ഇളയത് ഒരു ആൺകുട്ടി. അങ്ങനെ അവര് കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നവരാണ്. നേരത്തെ എന്താ പറഞ്ഞു, ഇതൊരു പെൺകുട്ടിയുടെ കഥയാണല്ലേ? ഓക്കെ, പെൺകുട്ടിയുടെ തന്നെ കഥ. വീട്ടിൽ കുടുംബം ഉണ്ടാവില്ലേ, അമ്മയുണ്ട്, അതല്ല ഞാൻ ചോദിച്ചത്, ഒരു പെൺകുട്ടിയുടെ കഥയാണോ? അതെ, ഒരു പെൺകുട്ടിയുടെ തന്നെയാണ്. അപ്പോ ആ പെൺകുട്ടി മൂത്തതാണ് ആ വീട്ടിലെ, അതായത് മൂത്ത മോളാണ്. പിന്നെ ഇളയതാണ് ആൺകുട്ടി. മൂത്തതാണ് പറഞ്ഞ കല്യാണപ്രായം കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, കല്യാണപ്രായം. എന്താ ഈ മൂത്തത് എന്ന് പറയണത്? അവരുടെ മൂത്ത മകളാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. മൂത്തത് കേട്ട് മതിയായി. എന്നെയും പറയാറുണ്ട് ആൾക്കാർ, മൂത്ത മകൻ. എന്തുകൊണ്ട് മൂത്തെന്നാ പറയണത്? നമ്മളെന്താ തേങ്ങയാ മൂത്തത് പറയാൻ? പോട്ടെ, അതാണ്. കല്യാണപ്രായമായി നിൽക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടിയല്ലേ. അപ്പൊ എന്താ പറഞ്ഞാൽ അമ്മ മാത്രമല്ല, അമ്മ കൂലിപ്പണിക്കൊക്കെ പോകും. പിന്നെ 2-3 ആടൊക്കെ ഉണ്ട്, അതിനെ കൊണ്ട് നടക്കും ഈ കുട്ടി. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലും, ഇപ്പോൾ അച്ഛനില്ല അല്ലെ, ഒരു നാഥനില്ലാത്ത വീട് എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അമ്മ പുറത്തിങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ പല വിധത്തിലും ഓരോരുത്തരും ഇങ്ങനെ സമീപിക്കും. അത് സ്വാഭാവികം. ഒരു പെൺകുട്ടിയല്ലേ, ഒരു പെൺകുട്ടി ഉണ്ട്, ആ വീട്ടിലൊരു അച്ഛനില്ല, ഒരമ്മയും കൂലിപ്പണിക്ക് പോവുകയാണ്, വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഏത് നേരം കൗങ്ങന്മാരുടെ കണ്ണ് പോലെ ഒരു ചുറ്റം കണ്ണുകൾ ആ വീട്ടിന്റെ ചുറ്റം ഉണ്ടാവും. എങ്ങനെയാണ് ഈ കുട്ടീനെ ഒന്ന് പീഡിപ്പിക്കാൻ പറ്റുക? കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് പോയിക്കൊണ്ടുള്ളത്. ഓക്കെ, അംഗീകരിച്ചു. പെൺകുട്ടി എന്താന്ന് പറഞ്ഞാൽ സ്വയം അവളെ രക്ഷിക്കാൻ അവളല്ലേ ഉള്ളൂ. അപ്പൊ അവളൊരു തൻ്റെടിയാണ്. അതായത് അവള് ധൈര്യം സംഭരിച്ചിട്ട് അവളെ അതുപോലെ എതിർക്കും. വേണ്ടാത്ത വല്ലതും പറഞ്ഞാൽ അവൾ അതിനനുസരിച്ച് മറുപടി കൊടുക്കും. എന്തെങ്കിലും വേണ്ടാത്തത് നടന്നാൽ അവള് ചൂലും കെട്ടെടുത്തിട്ട് അടിക്കുക പോലും ചെയ്യും. അതൊക്കെ എന്താ അറിയോ, ഈ അച്ഛൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അമ്മയുടെ സംരക്ഷണത്തിനൊക്കെയുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പ്രത്യേകിച്ച് ഒരു കരുത്തവർക്ക് വരും. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്താ അറിയോ, ഈ ഓരോ സന്ദർഭങ്ങൾ നോക്കി നമ്മൾ ഈ പറയണ പോലെ എത്രയൊക്കെ നമ്മൾ സുരക്ഷിത ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾക്ക് വലിയ സുരക്ഷിതയൊന്നും അവിടെ ഇല്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കൊരു ഒരു വിൽ പവർ തന്നെ അത് ദൈവം കൊടുക്കുന്നതാണ് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സാഹചര്യവും സമയം അവരങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. തീയിൽ കുരുത്തതായി മാറും. അങ്ങനെയാണ് ആ കുട്ടി. അപ്പൊ ഇവര് ഉപദ്രവിക്കാൻ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരില്ലേ, അവർക്ക് എന്താ 1-2 പേരിട്ടെ, എല്ലാവരും ഒന്നല്ല, മലയാളമൊക്കെ പഠിച്ചു 1-2 പേര്. അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ അവരുടെ ആവശ്യത്തിന് അവരുടെ ഇഷ്ടത്തിന് കിട്ടാഞ്ഞപ്പോ ഇവിടെ ഇങ്ങനെ എതിർത്തും നിൽക്കുകയാണ്, തൻ്റെ ഇടത്തോടെ നിൽക്കുകയല്ലേ. അപ്പോൾ പല അപവാദങ്ങളും പറഞ്ഞു വെക്കും. ആ കുട്ടി അങ്ങനെ അല്ല, അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വഴക്കാളിയായ ഒരു ഭാവം ധരിച്ചിരിക്കുക. എനിക്ക് ആ കുട്ടീനെ മനസ്സിലായി. പേര് പറയും. അപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറഞ്ഞ ആ നരി എന്ത് ചെയ്തു? കുട്ടിയെ കുറിച്ച് അപവാദങ്ങൾ പറയും. അവള് വഴക്കാളിയാണ്, അവളുടെ വീട്ടിൽ അവളുടെ അമ്മയ്ക്ക് സ്വരം കൊടുക്കില്ല, അങ്ങനെ പലതും പറഞ്ഞു വരത്തും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ചിലപ്പോൾ പെണ്ണ് കാണാനൊക്കെ വരുന്ന ആൾക്കാരോട് വീണ്ടും എന്തൊക്കെ പറയാറിയോ, ആ പെൺകുട്ടിയുടെ മേലൊരു ബാധ കയറിയിട്ടുണ്ട്. അത് രാത്രി നേരത്തൊക്കെ ഇറങ്ങി ഓടും. പിന്നെ നമ്മൾ എന്തെങ്കിലും നല്ലത് പറയുകയാണെങ്കിലും അവൾക്കത് പൊട്ടയായിട്ട് തോന്നിയിട്ട് നമ്മളോടൊക്കെ വഴക്കിന് വരും. അങ്ങനെ ഒരു കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർക്കൊക്കെ എന്തറിയോ, എവിടെ നിന്നൊക്കെ വരുന്നവരല്ലേ, അവർക്കൊരു പേടിയല്ലേ. ഇപ്പം അവരുടെ മകന് വേണ്ടി ഒരു പെണ്ണ് അന്വേഷിച്ച് വരുമ്പോൾ
നാട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ചിലരെന്ന് പറയുമ്പോൾ ആ വീട്ടിന്റെ പരിസരത്ത് പോകാൻ പറ്റില്ല, വളരെ തെറി പറച്ചിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മനസ്സിലായി. അങ്ങനെ ആ പെൺകുട്ടിയുടെ കല്യാണം മൊത്തത്തിൽ ആ പെൺകുട്ടിക്ക് ഒരു ക്യാരക്ടർ ഇല്ലാത്തൊരു പെൺകുട്ടി. പോരാത്തതിന് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തോ ഒരു ബാധയുണ്ടെന്നും ആ പെൺകുട്ടി രാത്രിയൊക്കെ ഇറങ്ങി ഓടുന്നു, വീടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പലതും. അപ്പൊ എന്താ പറഞ്ഞ ആ പെൺകുട്ടിക്ക് ഒരു ചീത്തപ്പേര് കാരണം ആര് വന്നാലും കല്യാണത്തിന് വരാന്ന് പറയും, അവർ വീട് വരെ എത്തില്ല. ചിലപ്പോൾ ചിലർ വീട് വരെ എത്തിപ്പോയവർ പിന്നീട് വേണ്ടാന്ന് പറയും. അങ്ങനെയൊക്കെ ആയി. 10-27 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീക്ക് ഈ കുട്ടിയെക്കുറിച്ച് എല്ലാം അറിയാം. അതായത് ഈ പറയുന്നതൊക്കെ കള്ളത്തരാണെന്നൊക്കെ അവർക്ക് അനുഭവമല്ലേ, അടുത്തല്ലേ. അപ്പോൾ അവർ പറയും എന്താ ചെയ്യുക, ആൾക്കാർ ഇങ്ങനെയായ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എവിടെയെങ്കിലും ഒരു ആലോചന കിട്ടിയാൽ നല്ല, അവർക്കും ഉണ്ട് ഒരാൾ. അപ്പം അവരുടെ പരിചയത്തിൽ ഒരു ഇത്തിരി സമ്പത്തൊക്കെ ഉള്ള ഒരാൾക്കാർ, അവർക്ക് ഭാര്യ മരിച്ചിട്ട് 2-3 വർഷമായി. അപ്പോൾ അവർ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഈ സ്ത്രീ പോയിട്ട് പറയും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മതിക്കും. അപ്പോൾ ശരി, കല്യാണമൊക്കെ പെൺകുട്ടിയെ കാണാനൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അവിടെയും പോയി ഇവർ മുടക്കി. കാരണം എന്താ പറയുന്നത് അറിയോ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വയസ്സായ അമ്മേനെയൊക്കെ നോക്കണ്ടേ, അവൾ സ്വന്തം അമ്മേനെ ബഹുമാനിക്കാത്തവളാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് എന്തായിരിക്കും സ്ഥിതി, അമ്മയെ തല്ലും. ആ അമ്മ എവിടെയോ കാല് വഴുതി വീണിട്ട് ആശുപത്രി പോയി കൈ മുറിഞ്ഞാൽ പറയും ആ പെൺകുട്ടി തല്ലിയിട്ട് കൈ തല്ലി. അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മേനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നേരിട്ട്, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു, നിങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് നേരിട്ട് ചോദിക്കുമ്പോൾ അവർ കരഞ്ഞിട്ട് പറയാണ്, അയ്യോ ദൈവമേ എന്താ ചേച്ചി അവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയണത്, ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, എൻ്റെ മകൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ട് ആ അമ്മ കരയുകയാണ്. അപ്പം നമുക്കൊക്കെ ആ പെൺകുട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ അതാ പറയുക, ഈ സാമൂഹ്യ വിരുദ്ധരെന്ന് എന്തെങ്കിലും വിളിക്കാതെ ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ കാലം മുന്നോട്ട് പോയിട്ടും വല്ലവനും പറഞ്ഞ വാക്ക് അതിൽ സത്യമുണ്ടോ, നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും ഒരു പറയണ പറച്ചലിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ, സത്യമുണ്ടോ, എനിക്ക് അറിയുമെന്ന് ചിന്തിക്കാതെ ഒരു പെണ്ണിൻ്റെ ആണെങ്കിലും ആണിൻ്റെ ആണെങ്കിലും ആരുടെയെങ്കിലൊക്കെ ജീവിതം നശിപ്പിക്കാൻ പുറപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ. ഒരു നരിക്കൊരു മുന്തിരി പുളിച്ചത് കിട്ടിയില്ല വന്നപ്പോൾ ആ മുന്തിരി പുളിയാന്ന് പറഞ്ഞൊരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ ഒരുത്തൻ്റെ ബുദ്ധി ഒരു ഏരിയ മുഴുവനും പറന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരുത്തനാണോ കുറ്റവാളി, അതാ ചുറ്റുവട്ടമുള്ള മുഴുവൻ ആൾക്കാരാണ്. കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് മറ്റാളുടെ അടുത്ത് പകർന്നു കൊടുക്കുക, എന്തോ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെയായിട്ട് ആ കല്യാണം മുടങ്ങി. അപ്പോൾ അമ്മക്ക് അപ്പോഴേക്ക് ഈ ഇളയ കുട്ടി കല്യാണം കഴിക്കാനൊക്കെ ആയി. കാരണം മകൻ. അപ്പോൾ അവരെന്ത് വിചാരിച്ചല്ലോ, അപ്പോൾ ആ മകനൊരു കല്യാണം, മൂത്തതിന്റെ കല്യാണത്തിന് കാത്തിരുന്ന ചിലപ്പോൾ ഒരു കല്യാണം നടക്കില്ല. അപ്പോൾ ഇളയ മോൻ അവന് കല്യാണം കഴിച്ച് ആ വീട്ടിൽ അവനെ ഇരുത്തി എന്ത് പറഞ്ഞു, ഞങ്ങൾ അമ്മയും മോളും കൂടി അവരുടെ ഒരു അകന്ന ബന്ധുകാരുണ്ട്, ആ നാട്ടിലേക്ക് അവർ പോയി മോളെയും കൂട്ടിയിട്ട്. അവിടെ പോയിട്ട് ഞാനൊരു 2 വർഷം മുമ്പ് പറഞ്ഞു, അവിടെ പോയിട്ട് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവൾ സുഖമായി ജീവിക്കുന്നു. അപ്പോൾ എവിടെ പോയി ബാധ എവിടെ പോയി, അമ്മയെ തല്ലണ ആ കുട്ടി എവിടെ പോയി, ആ അമ്മ താമസിക്കണത്. ഒന്ന് ഞാൻ പറയട്ടെ, അമ്മയെ തല്ലുകയാണെന്നൊക്കെ പറഞ്ഞത് ആ അമ്മയാണല്ലോ ആ മോളെ കുഞ്ഞ് കൊണ്ടുപോയി ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ ആ മരുമകൻ ആ അമ്മേനെ നന്നായി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് മകൻ്റെ വീട്ടിലേക്കൊക്കെ വരുന്നതാണ് ഇപ്പം പറഞ്ഞു കേട്ടിട്ട്. പക്ഷെ ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, അഥവാ ആ പെൺകുട്ടിയെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ആ അമ്മയ്ക്ക് തോന്നാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ മകളിനെയും കൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകണം, ഇവിടെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് നോക്കണം എന്നുള്ള ചിന്ത ആ അമ്മയ്ക്ക് ഉണ്ടാവാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്നും ബാധ പിടിച്ചൊരു പെണ്ണായിട്ടും സ്വഭാവശുദ്ധി ഇല്ലാത്തൊരു പെണ്ണായിട്ടും അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ പരിസരത്ത് ആരും പോകാൻ പറ്റാത്തത്ര മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നൊരു പെണ്ണായിട്ട് ഈ സമൂഹം അവൾ ചിത്രീകരിക്കുന്നുണ്ടാവില്ല. അവിടുന്ന് ഒരു അമ്മയുടെ ത്യാഗം, അമ്മയുടെ സ്നേഹം, മകളിനോടുള്ള വിശ്വാസം അല്ലേ, പിന്നെ ആ മകളുടെ കരുത്ത്. എന്താണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റ് എന്താ അറിയോ? ഈ സമൂഹത്തിൽ പ്രതികരിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. എല്ലാവരും പറയില്ലേ പ്രതികരിക്കണം പറയില്ലേ. പ്രതികരിക്കലൊക്കെ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ പ്രതികരിക്കുന്ന വ്യക്തികളുടെ പിന്നെ നമുക്ക് ഒരൊറ്റ മനുഷ്യൻ നിൽക്കില്ലേ. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയും പ്രതികരിക്കണം, പെണ്ണായ പ്രതികരിക്കണം, ആണായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രതികരിക്കാൻ പഠിക്കണം എന്നൊക്കെ പറയും. ഈ പറയുന്ന ആൾക്കാരനെ പിന്നെ അവർക്ക് കുറ്റം ചെയ്യും. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ട് പറയും അഹങ്കാരിയാണ്, ഒന്നിനും കൊള്ളാത്തവളാണ്, ആരെ നോക്കിയാലും തല്ലാൻ പോകും, ആരോടും തെറി പറയാൻ പോകും. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി സൗമ്യമായിട്ട് ജീവിക്കാൻ
ജീവിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. കാരണം എന്താ പറയുക, പെൺകുട്ടിയോട് പൊതുവേ ഒരു സൗമ്യ സ്വഭാവമൊക്കെ ആയിട്ട് 4 പേര് നമ്മുടെ നല്ലത് പറയണമെന്ന് ചിന്തിച്ച് തന്നെ ജീവിക്കുള്ളൂ. ആ ജീവിതത്തിൽ നിന്ന് അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ സമൂഹം അവൾക്ക് കൊടുത്തുള്ള സമ്മാനമാണ്. അപ്പോൾ അവിടുന്ന് അവിടെ പ്രതികരിക്കാൻ വേണ്ടി അവളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവളൊന്ന് പ്രതികരിച്ചപ്പോൾ അവിടെ എന്തായി, ബാധ പിടിച്ചവളായി, അവളൊന്നിനും കൊള്ളാത്തവളായി, അവൾക്കൊരു കല്യാണം കഴിച്ച ഒരുത്തിനൊപ്പം ജീവിക്കാനുള്ള യോഗ്യത ഇല്ലാത്തവളായി. ഇതൊക്കെ ആക്കിയത് ആരാണ്? നമ്മളൊക്കെ പറയില്ലേ പ്രതികരിക്കണം എന്ന് പറഞ്ഞ ഇതേ വ്യക്തികൾ, ഈ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹനം കൊടുക്കുന്ന ഇതേ വ്യക്തികൾ കല്ലെടുത്തിട്ട് പറയാണ് എറിഞ്ഞു കൊല്ലണം. അപ്പോൾ ഈ സമൂഹത്തിൽ ആരെയാണ് വിശ്വസിക്കുന്നത്? ഈ പൊറ്റക്കിണറ്റ് വന്നൊരു സ്ഥലത്താണ് കുട്ടി ജീവിക്കുന്നതിൻ്റെ ആ ഒരു സ്ഥലം. അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അതിനൊരു ഈ ലോകത്ത് വേറൊരു സ്ഥലമുണ്ട്. ഈ ഒരാൾ പറഞ്ഞാൽ അല്ലാണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്ന വേറൊരു സമൂഹമുണ്ട്, നല്ല കുറച്ച് ജനങ്ങളുണ്ട് പറഞ്ഞ നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ സ്വർഗം പോലത്തെ ഒരു ജീവിതം ആ കുട്ടിക്കായി അല്ലേ? അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ കുട്ടി. ഇപ്പോഴും നന്നായിരിക്കേണ്ട ദൈവം സഹായിച്ചിട്ട് ആ കുട്ടിയുടെ അമ്മ പൊന്നുപോലെ ജീവിക്കില്ല. കുട്ടിയുടെ ഒപ്പം തന്നെ കൂടുതൽ മകൻ്റെ അടുത്ത് വരാറില്ല. ഏറ്റവും കൂടുതൽ മകളുടെ ഒപ്പം തന്നെയാണ്. ഭർത്താവിനെയൊക്കെ നോക്കി സ്വർഗ്ഗസുന്ദരമായ ഒരു കുടുംബജീവിതം ഇന്ന് ആ കുട്ടിക്കുണ്ട്. എന്നെങ്കിലും പെർമിഷൻ ഉണ്ടെങ്കിൽ എപ്പോഴെങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരെ കാണിക്കാൻ പറ്റും അല്ലേ? അതാണ്, അങ്ങനെയൊക്കെയാണ്. എന്താ പറഞ്ഞ എപ്പോഴും മനുഷ്യന്മാര് ഇങ്ങനെയൊന്നും ആവരുത് അല്ലേ? ഇതില് ഏറ്റവും കൂടുതൽ നമുക്ക് ചിന്തിക്കാനും പറയാനോ ഇല്ലത്. ഒപ്പിടൊന്നും വേണ്ട, അമ്മേനല്ലേ കഥ പറഞ്ഞത്. ഇതിന് ഈ കഥ കേട്ടപ്പോൾ എനിക്ക് അതിനുള്ളിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു സംഭവം, ഒരു വല്ലാത്തൊരു ഫീലായിപ്പോയി. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ആ മുഖമൊക്കെ ഓർമ്മ വന്നു. പാവം, ഒരു ഗതിയും നിരഗതിയും ഇല്ലാണ്ടായിരിക്കുമല്ലോ ഒരു നാട് വിട്ട് പോവുക. എന്നാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിച്ചു. അല്ല, അവരൊക്കെ ജനിച്ചു വളർന്നൊരു സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സ്ഥലത്തു നിന്നൊക്കെ വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് മാറ്റിപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു വിഷമം, അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. കാരണം ഒരിക്കലും നമ്മൾ എത്ര തിരുത്തിയാലും മാറാത്ത ചില ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോയേ പറ്റൂ, എന്നാലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് ആ കുട്ടി ചിന്തിച്ചാലും ഒരു തെറ്റുമില്ല. കാരണം ആരാണ് അധികാരം കൊടുത്തത്? ഇപ്പം ഞാൻ എന്താണെന്ന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് താമസിച്ച്, അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് ഞാൻ എങ്ങനെ സംസാരിക്കണു, ഞാൻ എന്താണെന്ന് മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ പറ്റി അറിയുള്ളൂ. അല്ലാണ്ട് അമ്മ ഒരാളുടെ അടുത്ത് പോയിട്ട്, അമ്മ വേറൊരാളാണെന്ന് കരുതുക കേട്ടോ, അമ്മ ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഇതുവരെ കാണാത്ത ഒരാളെ എങ്ങനെ എൻ്റെ കുറ്റം പറയുക? അപ്പോൾ അങ്ങനെയല്ലേ ഈ സമൂഹത്തിൽ പലതും ഉണ്ടാവണത്. അപ്പോൾ പ്രതികരിക്കുന്നവൻ്റെ ഗതികേടുകൾ എങ്ങനെയൊക്കെയാണ് പാവം. അവൻ്റെ ഒപ്പം അമ്മയും കൂടി ഇല്ലാണ്ടിരുന്നുണ്ടെങ്കിൽ എന്തായേനെ കുട്ടിയുടെ സ്ഥിതി? ഒരാൾ സപ്പോർട്ടിനുണ്ടായിരുന്നു, അതിൻ്റെ അമ്മ ജീവനോടെ ഉണ്ട്. അതിൻ്റെ അമ്മ ജീവനോടെ ഇല്ലെങ്കിൽ ഒരു ആങ്ങളെ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അതിനിപ്പോൾ ഇതിനൊന്നും സംരക്ഷിക്കേണ്ട, എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ, ഇതെവിടെയെങ്കിലും മുക്കിൽ കടന്നോട്ടെ എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായേനെ? അമ്മ എന്ന് തൊട്ടാണ് ഈ മൂളിപ്പാട്ടൊക്കെ പാടുന്നത്. കഥ കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയി. എനിക്ക് അറിയുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്, എനിക്കറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ നമ്മളത് കേൾക്കണം. അതെ, തൊണ്ടയ്ക്ക് ശരിയായിട്ട് ഒരു പാട്ടൊക്കെ പാടാം. പിന്നെ തൊണ്ട ശരിയായിട്ട് പാടാൻ അവിടെ ഗാനമേള നടത്തുന്നതല്ലല്ലോ. എപ്പോഴേനൊക്കെ ഒരു മൂളിപ്പാട്ട് ചെറുതായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറ്റും. കാരണം അമ്മ ഒരു ഗായികയല്ല എന്നറിയാം. ഞങ്ങളിവിടെ ഗാനമേളയ്ക്ക് കേൾക്കാൻ വന്നതല്ല എന്നും അവർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഒരു മൂളിപ്പാട്ടൊക്കെ അമ്മേനെ കൊണ്ടാവാം. LKG പഠിച്ചതായാലും മതി. എന്താ അങ്ങനെയൊക്കെ ചിരിക്കണ്? ഇന്ന് പ്രത്യേകിച്ച് അമ്മയ്ക്ക് എന്തൊരു സന്തോഷമുണ്ട് കേട്ടോ അമ്മ. ഇന്ന് ഞാൻ ചിരിപ്പിക്കേണ്ട അമ്മ ചിരിക്കണ്ട. ഇന്നാണ് ഞാൻ പറഞ്ഞു ചിരിക്കണം നല്ലതാണ് പറഞ്ഞു. അല്ല, ഇങ്ങനെ വെറുതെ ചിരിക്കണത് ഭഗവാനെ. മതി, അത്രയ്ക്ക് മതി, ധാരാളം. അനുഭൂതി വെറുതെ നോക്കിയിരുന്നോ? ഇങ്ങനത്തെ പാട്ടൊക്കെ നല്ല പാട്ടാട്ടോ, നല്ല പാട്ട്. പാട്ടിന് എന്താണ് അല്ലേ? പാട്ടിൽ എല്ലാത്തരം നല്ലതാണ്. എല്ലാ പാട്ടിനും അതിൻ്റെ രസമുണ്ട്. പാടി തന്നെ പാട്ട് ശരിയാവുക.
എന്തോ തൊണ്ടേനുള്ളിൽ വന്നിട്ട് ആരോ എന്തോ ഒരു പ്രാവോ എന്തോ കയറിയിരിക്കും പോലെ. അമ്മ വിസിലും മറ്റും മെഴുകിയിട്ടുണ്ടോ? ഒരു സംശയം, ആരോ അതിൽ ഇടയ്ക്ക് കയറി വിസിലടിക്കുന്ന പോലെ. എന്നാ വിട്ടോ, അതാണ് പാടാത്തത്. ഇപ്പൊ 2-3 ദിവസം എങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോ ശരിയാവുമായിരിക്കും. പാടി പാടി ഇപ്പൊ തൊണ്ട വേദന. ഇന്ന് അനുഭൂതി പൂക്കോ അത് പൂക്കില്ല, അത് അത്ര അറിഞ്ഞാൽ മതി എനിക്ക്. നോക്കട്ടെ, ട്രൈ ചെയ്തിട്ട് നീ ഇത്രത്തോളം എന്നെ പറയുമ്പോ എനിക്കൊന്ന് പാടിയേ പറ്റും. ഈ അനുഭൂതിന് എത്രത്തോളം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല, അനുഭൂതി മെല്ലെ അങ്ങോട്ട് വന്നോളൂ. സാരല്ല, അങ്ങനെ പാടിയാൽ മതി. അമ്മ ഇപ്പം എസ്റ്റാനിക്കയുടെ അവാർഡൊന്നും നമുക്ക് തരുന്നില്ല. അമ്മ അങ്ങനെ തന്നെ പാടിയാൽ മതി, നോ പ്രോബ്ലം. ഞങ്ങൾക്ക് പാട്ട് കേട്ടാൽ മതി, അതിപ്പോൾ എത്ര നന്നാവണമെന്നൊന്നുമില്ല. ഇപ്പം അവരൊക്കെ പറയും എന്തിനാ അമ്മയ്ക്ക് ഇങ്ങനെ തൊണ്ടവേദനിക്കുമ്പോൾ പാടിച്ച് 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 ബുദ്ധിമുട്ടിക്കണത്, വേറൊരു ദിവസം ആയിക്കൂടെ എന്ന് പറയും. മതി മതി മതി. ഇപ്പം എന്താ അറിയോ, പാടി പാടിയാണ് പാട്ട് നന്നാവുക. ഇപ്പം എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ കഥ പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ധൈര്യം കൊടുക്കാൻ ഒരു അമ്മയുണ്ടായിരുന്നു. അതേപോലെ അമ്മേനെ കൊണ്ട് പറ്റില്ല 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 വന്നിട്ട് അമ്മ നടക്കാൻ തുടങ്ങി. അമ്മ നടക്കില്ല നടക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മനെ ഞൊണ്ടി 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 എന്നൊക്കെ വിളിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക, ഭയങ്കര വാശി, ഇതൊന്ന് മാറ്റി കാണിച്ചേ പറ്റൂ, അല്ലാണ്ട് അമ്മ നടക്കല്ലേ അമ്മ. എന്നിട്ട് അമ്മ എത്രത്തോളം വരുത്തിയല്ലോ, കുഴപ്പമില്ല. അമ്മ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്തതൊക്കെ ആകുമ്പോൾ അവർ അംഗീകരിച്ചോളും. മനസ്സിലാവില്ലേ? മനസ്സിലായത് അനുഭൂതി പകരമൊക്കെ ഭയങ്കര ടഫുള്ള പാട്ടാണ്. അപ്പോൾ തൊണ്ടവേദനിക്കുമ്പോൾ ഇത്രയും ടഫുള്ള പാട്ടൊന്നും പാടേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ചെറിയ പാട്ടൊക്കെ പാടിയാൽ മതിയായിരുന്നു, ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത്. അത് അമ്മയുടെ കുഴപ്പമാണ്. പാട്ട് അമ്മ സെലക്ട് ചെയ്തെടുത്ത പാട്ട് അനുഭൂതി, അതൊന്നും അത്രയ്ക്ക് അനുഭൂതി അമ്മയ്ക്ക് ഇപ്പോൾ ആയിട്ടില്ലല്ലോ. തൊണ്ടവേദനയൊക്കെ മാറുമ്പോൾ മതിയായിരുന്നു അനുഭൂതി. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എന്തായി? കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ തൊണ്ടക്കൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടുണ്ടാവില്ലേ, ആ പാട്ടിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ ലളിതമായിട്ട് പാടാൻ പറ്റും. അപ്പം അമ്മ യേശുദാസും യശ്ജാനിക്കും പി സുശീലും പാടിയതൊന്നും നോക്കണ്ട. നമ്മളിവിടെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ മൂളിപ്പാട്ടിൻ്റെ നാടൻ പാട്ടുണ്ടാവില്ലേ, അതിൻ്റെ 2 വരി എടുത്തിട്ട് ചുമ്മാ അങ്ങോട്ട് പാടിയാൽ മതി, പാടണമെന്നേ ഉള്ളൂ. ഇവിടെ അവാർഡൊന്നും ഞങ്ങൾ തരാൻ പോകണില്ലേ പാടിയെന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അപ്പം നമുക്ക് ഇതിലൊരു ഇത്തിരി പുളി ഒഴിച്ചു കൊടുക്കാം, കുറച്ച്. ഞാനൊന്ന് തിളക്കട്ടെ. അതങ്ങോട്ട് തിളച്ചു. നമുക്കിതിൽ ഈ ചീര ഇട്ടിടാം. ചീരയിടാം. അപ്പം അമ്മയ്ക്കുള്ള ആകെയുള്ള വിഷമം എന്തറിയാം, ഞാൻ ഈ ചെക്കന് തൊണ്ടവേദന സമയത്ത് എൻ്റെ അടുത്ത് പാടാനും പറഞ്ഞു. ആ പാട്ടാണെങ്കിൽ നന്നായിട്ടില്ല. അങ്ങനെ എന്തിനാ വിചാരിക്കുന്നത് ഞാൻ ചോദിക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അടുക്കളയിൽ ചുമ്മാ ഒരു മൂളിപ്പാട്ട് പാടും. അത് കേൾക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ. അവർക്കറിയാം ഇതിനു മുമ്പ് ചേച്ചി എങ്ങനെ പാടും, അല്ലെങ്കിൽ ഇത് ഇത്തിരി മോശമായി എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കും ചേച്ചി ഒരു ഗായികയല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെയുള്ള വിഷമം, അതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നല്ലതും പൊട്ടയൊക്കെ അവരറിയണം. നമ്മുടെ നല്ല സ്വഭാവം അറിയണം, പൊട്ട സ്വഭാവം രണ്ടും അറിഞ്ഞാലാണ് അതിനെ കുടുംബം എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് പറ്റാത്തതും അറിയണം, നമുക്ക് പറ്റുന്നതും അറിയണം. ഇപ്പം അമ്മയ്ക്ക് തൊണ്ടവേദനയാണ്, അമ്മയ്ക്ക് പാടാൻ പറ്റില്ല. സഡനായിട്ട് ഞാനൊരു പാട്ട് പാടുന്ന പറയുമ്പോൾ അമ്മ എന്ത് ചെയ്തു, അനുഭൂതി
അനുഭൂതി പൂക്കും. ആ അനുഭൂതിനെ പൂപ്പിക്കാൻ വേണ്ടി നിന്നു. അത് അത്ര അതൊന്നുമല്ല. അപ്പൊ അനുഭൂതി അത്ര ഇങ്ങോട്ട് പൂത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പൂക്കും അമ്മ, അത് പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഒരു അനുഭൂതി പൂത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ പൂ പൂക്കാണ്ടിരിക്കയോ? ആരുടെ നമ്പർത്ത്? അല്ല അമ്മ അമ്മ അതെങ്ങനെ പിന്നെ എന്റെ കുടുംബക്കാരെന്ന് പിന്നെ എങ്ങനെ പറയാ? നാണം കിടാന്ന് പറഞ്ഞ ഏത് കുടുംബക്കാരന്റെ നമ്പർത്ത് അറിയോ? അറിയോ അമ്മയ്ക്ക്? ബന്ധുക്കൾ എന്ന് പറഞ്ഞ കുടുംബക്കാരന്റെ നമ്പർത്താണ്. അല്ലാണ്ട് നമുക്ക് ഈ കിട്ടിയിട്ടില്ല സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കുടുംബത്തിന്റെ നമ്പർത്താണ്. നാണക്കേട് പറഞ്ഞൊരു വാക്കില്ല. മനസ്സിലായില്ലേ? അമ്മയ്ക്ക് അതൊന്നും അറിയില്ലെങ്കിൽ രഞ്ജിത്താനന്ദ സ്വാമിയുടെ ആശ്രമത്തേക്ക് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യും കേട്ടോ. അവിടെ വന്നിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അമ്മ ശരിയാവും. എടുക്ക് വെച്ചിട്ടുണ്ടാ. ഈ വീഡിയോ കഴിയുന്നവരെ മാത്രമാണ് അതിൻ്റെ സമയമുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിന് മാത്രം തിരിച്ചു വരും വീണ്ടും ചെമ്പകം പൂവണി. എന്റെ പൊന്നമ്മ, ഞാൻ അതിന് വേണ്ടി ഓർമ്മച്ചിരാതിൻ എന്നോ മറന്നിട്ട മരതക മുത്തു ഞാൻ സ്വന്തമാക്കും നിന്നെ മണിച്ചിലമ്പായി ഞാൻ ശ്രുതിയുണർത്തും. എന്റെ ദൈവമേ, ഇത് എന്നോടാണമ്മ? അതിലൊരു പാട്ട് കണ്ടുപിടിച്ചോ? സാധാരണ ഭീകരല്ല, ഭയങ്കര ഭീകരയാണ് അമ്മ. അനുഭൂതി പോയപ്പോ എന്തൊക്കെയായിട്ട് വരുന്നു ഭഗവാനെ ഞാൻ വീണ്ടും ശ്രുതി ഉണർത്തുന്നു. അത് വാക്കും കൊണ്ടല്ല, പാട്ട് കൊണ്ട് പറഞ്ഞു അല്ലേ? ആ വാശിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ചെറുപ്പമാണെങ്കിലും മധ്യമ വയസ്സാണെങ്കിലും നമുക്ക് വയസ്സായിട്ട് തോന്നിയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരാളുടെ വാശി പിടിപ്പിച്ച ആ വാശി 10 ഇരട്ടി ആവണം എന്നുള്ളതിന്റെ പാഠമാണെന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ മകനാണെന്ന് കൂടി നോക്കണ്ട അമ്മ എന്നോട് വെല്ലുവിളിച്ചിട്ടില്ലേ പാട്ട് പാടിയത്? ആ വെല്ലുവിളിച്ചതിന്റെ പേരാണ് പ്രതിരോധിക്കുക. അതാണ് നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ കഥയിൽ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പാട്ട് പാടി അത് പാടാൻ പറ്റില്ല ഞാൻ കളിയാക്കിയ പോലെ പറഞ്ഞപ്പോഴാണ് ഈ പാട്ടൊന്നും ഇപ്പം അമ്മയ്ക്ക് പാടാൻ പറ്റില്ല, കാരണം നമ്മുടെ തൊണ്ടയ്ക്ക് വേദനയുണ്ട്, പറ്റാത്തപ്പോൾ ഇത്ര വലിയ അനുഭൂതിയൊന്നും നമുക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പകരം വീട്ടാനുള്ള പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച് അമ്മ പാടി. അപ്പോൾ ഒരു അമ്മ മകനോട് ഇങ്ങനെ വെല്ലുവിളിക്കാന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. എന്നാലാണ് അസുഖമായാലും വാശിയായാലും ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതായിട്ടോ കേട്ടോ. ഉരുളൻകിഴങ്ങ്, ഇടിച്ചക്ക, പരിപ്പ്, തക്കാളി, ചെറിയുള്ളി, കുറച്ച് ചീരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കിക്കോളൂ. ഞാൻ ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ. അപ്പോൾ ഇന്ന് ഒരു പെൺകുട്ടിയുടെ കഥയോടൊപ്പം ഒരു അമ്മക്കുട്ടിയുടെ വാശിയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വലിയ വീഡിയോ. പക്ഷേ പറ്റിയില്ല. അപ്പം അറിയാം അനുഭൂതി ആയിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വെല്ലുവിളിക്കുക. അപ്പൊ ഞാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാക്കി തരണം. അപ്പൊ ഈ വെല്ലുവിളി കൊണ്ട് ആണല്ലോ എത്രത്തോളം ഗംഭീരായത്. അവിടെയാണ് പോയിന്റ്. മനസ്സിലായില്ലേ? അതിന് കാരണക്കാരായതാരാണ്? അത് കാരണക്കാരാ. നീ എന്നെ വെറുതെ ഇങ്ങനെ നാണം കെടുത്തിട്ട്. ഓക്കെ, ഇങ്ങനെയാണ്. ഓക്കെ, ബൈ. നിങ്ങൾക്കൊക്കെ ഉമ്മയും ബായൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് എനിക്കുള്ളത് ഇപ്പൊ തരും.